അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു നേതാവിനെ കാണാൻ എത്തിയ 10 പേരാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ വാർത്തകൾ വരുന്നു. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ള വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ കരൂരിലെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീകളടക്കം കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ പരിക്കേറ്റവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. 35-ൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഈ ഒരു അപകടം, അതിന്റെ ഒരു തോത്, വ്യാപ്തി അതൊക്കെയും വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ആ TVK പരിപാടി നടക്കുന്ന ആ സ്ഥലത്ത് പോലീസും പ്രവർത്തകരുമായി ചെറിയ തോതിൽ വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പല പ്രവർത്തകരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ തയ്യാറാകാത്തതുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. TVK നേതാക്കൾ ആരും ഇതുവരെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ സെന്തിൽ ബാലാജി, കരൂരിലെ DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സെന്തിൽ ബാലാജിയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഉള്ളത്. പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകും എന്നാണ് അദ്ദേഹം അല്പസമയം മുൻപ് പറഞ്ഞത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ മരണസംഖ്യ ഇത്രയധികം ഉയർന്നിട്ടില്ലായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം, വിജയ് ഈ സംസാരിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു വേദിയാണ്. ആ വേദി പോലീസ് പലതവണ അനുമതി നിഷേധിച്ചിട്ടും അദ്ദേഹം കരൂരിൽ വേലുച്ചാമിപുരം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ അവസരം നൽകിയത് സംസാരിക്കാൻ. അവിടെ 2 ദിവസം മുൻപ് അവിടെ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി സംസാരിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ പ്രശ്നം ഉണ്ടാകില്ല, പോലീസ് മുൻകരുതലുകൾ കൃത്യമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ വിജയിക്ക് സംസാരിക്കാനായി പോലീസ് ഈ സ്ഥലം തന്നെ അനുവദിച്ചു നൽകിയത്. അവിടെ മറ്റു 3 സ്ഥലങ്ങളും അനുവദിക്കാൻ കഴിയില്ല എന്നറിയിച്ചാണ് ഈ സ്ഥലം നൽകിയത് എന്നുകൂടി എടുത്തു പറയണം. അവിടെയാണ് ഒരു 10 അംഗ കമ്മിറ്റി വിജയ് ഉണ്ടാക്കിയിരുന്നു. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ കൃത്യമായി പോകുമെന്ന് പോലീസിന് ഉറപ്പ് നൽകുകയും ഒപ്പം തന്നെ വിജയ് തന്നെ ഇന്നലെ 12 നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ എത്തുന്നതിന് മുൻപുള്ള ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് 11 പേർ മരിച്ചിരിക്കുന്നു എന്നാണ് GK ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം അനുസരിച്ച് 11 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്, എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മരണസംഖ്യ ഒന്നുകൂടി കൂടിയിരിക്കുന്നു, 11 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള ദാരുണമായിട്ടുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. കാരണം ഈ കരൂരിലെ ആശുപത്രിയുടെ പുറത്തും വലിയ തോതിൽ ആളുകൾ ഇങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 11 എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട് കരൂരിലാണ് ഈ വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. തമിഴക വെട്രിക്കഴകം നേതാവ് വിജയുടെ റാലിയിലാണ് തിക്കിലും തിരക്കിലും പെട്ടിപ്പോൾ 11 പേർ മരിച്ചതായുള്ള വിവരങ്ങൾ വരുന്നത്. 20-ലധികം പേർ കുഴഞ്ഞു വീണു എന്നതായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ച വിവരം. കുഴഞ്ഞു വീണതിൽ കുട്ടികളടക്കമുണ്ട്. ഇവരുടെ നില, പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നതിനിടെയാണ് ഇപ്പോൾ മരണസംഖ്യ 11 ഉയർന്നിരിക്കുന്നു. ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടുകൂടി വിജയ് പ്രസംഗം അവസാനിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇത്രയധികം ജനക്കൂട്ടം എത്തിയതിൽ വേണ്ടത്ര സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയില്ലേ എന്ന ചോദ്യം ഒരു ആശങ്കയായി വിജയ് തന്നെ ഉന്നയിച്ചിരുന്നു എന്നതുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് തമിഴ്നാട് കരൂരിൽ വിജയുടെ റാലിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 11 എന്ന ആശങ്കപ്പെടുത്തുന്ന വിവരം പുറത്തു വരുന്നു. നിരവധി പേർ ഇപ്പോൾ കുഴഞ്ഞു വീണവർ ചികിത്സയിലാണ്. കുട്ടികളടക്കം കുഴഞ്ഞു വീണ് ചികിത്സയിലുള്ളവരിൽ പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ വിജയ് റാലിയെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിൽ, ട്രാൻസ്ഫോമറിന് മുകളിൽ, അവിടെ ഉയർത്തിയ ബാരിക്കേഡുകൾക്ക്, അവിടെ ഉയർത്തിയിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളുടെ ചെറിയ പലകകൾക്ക് മുകളിലൊക്കെ കയറിയിരുന്നു കൊണ്ടാണ് വിജയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ അവിടെ ജനക്കൂട്ടം ആർത്തിരമ്പി എത്തിയത്. അവിടെ അവർക്ക് വേണ്ട സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.